സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ ആസ്വദിക്കേണ്ടതും ആഘോഷിക്കേണ്ടതും ചുടലക്കൂത്താണോ? ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് അനുവദിക്കാവുന്ന കാര്യമാണോ അത്? അല്ലെന്ന് അറിയാമായിട്ടും ചിലയിടത്ത് അത് സംഭവിച്ചു. ചുടലയാട്ടം എന്ന് വിളിക്കേണ്ടുന്ന ഹാലോവിൻ വേഷം കെട്ടൽ ജാഗ്രത കുറവ് കൊണ്ടോ ആലോചനയില്ലായ്മ കൊണ്ടോ അത് അനുവദിച്ച 2 ക്യാമ്പസുകളുടെ അധികാരികൾ ഖേദം പ്രകടിപ്പിച്ചു. അത്രയ്ക്ക് ശക്തമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്ന പ്രതിഷേധവും വിമർശനവും. അത് ഉൾക്കൊണ്ട് KCBCയും സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വിമർശനം ഉയർത്തിയവരെ അഭിനന്ദിക്കുക തന്നെ വേണം. ആരെയാണ് ആദ്യം തിരുത്തേണ്ടതെന്ന വിലയേറിയ ചോദ്യത്തിന് അത്ര തന്നെ വിലയുള്ള ഉത്തരം നൽകാൻ വിമർശിക്കപ്പെട്ട സ്ഥാപനാധികൃതർ തയ്യാറായി എന്നത് ആശ്വാസകരം. കോട്ടയത്തെയും ചങ്ങനാശ്ശേരിയിലെയും 2 ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് രൂപത്തിൽ അവതരിപ്പിച്ചത് പ്രേതമുഖത്തോടെ ഹാലോവിൻ നാട്യാഭ്യാസം, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മാരകമായ പ്രവണതയായി തന്നെ KCBC ഇതിനെ കണ്ടു. ആ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് KCBC മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. വേഷത്തിന്റെ അസ്വീകാര്യതയും നാട്യത്തിന്റെ ആഭാസത്വവും മാത്രമല്ല ഹാലോവിൻ വേഷം കെട്ടലിൽ ഉൾപ്പെട്ടത്. ഹാലോവിൻ ആഘോഷം ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന് ഏത് കത്തോലിക്ക വിശ്വാസിക്കും മനസ്സിലാക്കാൻ പാകത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ നാടിൻ്റെതല്ലാത്ത ഈ ആഭാസത്തിനെതിരെ ഷെക്കേന ചാനൽ ആവർത്തിച്ച് ജാഗ്രതപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതൊന്നും അറിയാത്ത മട്ടിലാണ് കത്തോലിക്ക മാനേജ്മെന്റ് നടത്തുന്ന ചില സ്ഥാപനങ്ങളിൽ ഹാലോവിൻ പിശാച നൃത്തം ഫ്ലാഷ് മോബിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചത്. അതും കന്യാസ്ത്രീ വേഷത്തെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ. അതിലൂടെ വെളിപ്പെട്ടത് ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ ജാഗ്രത കുറവും അലംഭാവവും ക്രൈസ്തവ ബോധ്യങ്ങളുടെ കുറവും. ആക്ഷേപം നേരിടേണ്ടി വന്നെങ്കിലും 2 സ്ഥാപനങ്ങളുടെയും അധികൃതർ ഖേദം പ്രകടിപ്പിച്ചത് മറ്റു പലരുടെയും കണ്ണു തുറപ്പിച്ചു. വെറുതെ പറയുന്നതല്ല, കണ്ണു തെളിയേണ്ട വിധം ഇരുട്ടിലാണ് ഇനിയും പലരും. അതേസമയം ഇത്തരം നാട്യാഭാസത്തിനുള്ള പ്രലോഭനവും പ്രേരണയും മറ്റു പല ക്രൈസ്തവ സ്ഥാപനങ്ങളിലും ഉണ്ടായെങ്കിലും അവിടങ്ങളിലെ അധികൃതർ അതിനെ തള്ളി എന്നതും അറിയേണ്ടതുണ്ട്. സ്വന്തം നിലയും ഉത്തരവാദിത്വവും ഓർമ്മിച്ചവർ ഏറെയുണ്ടെന്നർത്ഥം. ക്യാമ്പസുകളിൽ ഇത്തരം പരിപാടികൾ നടത്താൻ ഒരു കാരണം UGC അംഗീകാരത്തിനു വേണ്ടിയുള്ള തിടുക്കം. NAC അക്രഡിറ്റേഷനു വേണ്ടി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കോളേജ് അധികൃതർ നിർബന്ധിതരാകുന്നുണ്ട്. വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്ന ഇനങ്ങൾ ഏറെ ചിന്തിക്കാതെയും സംശയിക്കാതെയും കോളേജ് അധികൃതർ അംഗീകരിക്കുന്നത് അപൂർവമല്ല. അതേസമയം പരോക്ഷമായ തിന്മകൾ തിരിച്ചറിയാത്ത അലംഭാവം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികാരികളിൽ പലരെയും പിടികൂടുന്നുമുണ്ട്. ഒരു വശത്ത് മാർ ജോസഫ് കല്ലറങ്ങാട്ടടക്കം പല പിതാക്കന്മാരും നിരവധി വൈദികരും സന്യാസിനികളും ബ്രദർമാരും കടുത്ത വിമർശനങ്ങളെ നേരിട്ട് പോലും വിശ്വാസ ചോർച്ചയിൽ നിന്ന് സമുദായത്തെ കാക്കാൻ ശ്രമം നടത്തുന്നു. മറുവശത്ത് വിശ്വാസത്തിന്റെ കല്ലുകൾ ഇളകാൻ കാരണമാകുന്ന വിധത്തിൽ മറ്റു ചിലർ പ്രവർത്തിക്കുന്നു. അവർ സെക്കുലർ സമൂഹത്തിന്റെ കാഴ്ചകളിൽ കുടുങ്ങി ക്രൈസ്തവിക ഉത്തരവാദിത്വം മറക്കുന്നു. അറിഞ്ഞുകൊണ്ടല്ല എല്ലാം. ചിലത് ജാഗ്രത കുറവിനാൽ, ചിലത് തെറ്റിദ്ധാരണയാൽ, ചിലത് അലംഭാവത്താൽ, ചിലത് കാലഘട്ടത്തിന്റെ പ്രവണതകളെല്ലാം കുഴപ്പമില്ലാത്തതാണെന്ന തെറ്റായ ബോധത്താൽ. അത്തരം ബോധം സൃഷ്ടിച്ചു വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരെ സ്ഥാപനാധികൃതരും വിശ്വാസി സമൂഹവും ആദ്യം തിരിച്ചറിയണം. ഹാലോവിൻ ചുടലയാട്ടത്തെ കുട്ടികളുടെ ആഘോഷം മാത്രമായി കാണുന്നവർ അതിൽ മറഞ്ഞിരിക്കുന്ന തിന്മയെയോ പ്രവണതയെയോ തിരിച്ചറിയാൻ കഴിയാത്തവരാണ്. അതിനെ എതിർക്കുന്നത് വർഗീയതയാണെന്ന് പഴിക്കുന്നവരെ കരുതിയിരിക്കുക. ഈ വിമർശകർ തേടുന്നത് ലോകപ്രീതിയാണ്. വിശ്വാസബോധത്തെക്കാൾ തങ്ങൾ സമ്പൂർണ്ണ സെക്കുലറിസ്റ്റുകളാണെന്ന കപടഭാവവും അതിൻ്റെ പേരിലുള്ള ലോകപ്രീതിയുമാണ് അവർക്ക് വേണ്ടത്. ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതം അഭ്യസിപ്പിക്കാനുള്ളവയാണെന്ന് ആരും പറയുന്നില്ല. എന്നാൽ വിദ്യാർത്ഥികളെ പരോക്ഷമായിട്ടായാലും
കുഴപ്പത്തിലാക്കുന്ന എന്തിനേയും പ്രതിരോധിക്കാൻ ഈ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥമാണ്. ഇക്കാര്യത്തിൽ ക്രൈസ്തവ വർഗീയത ആരോപിക്കുന്നവരോട് ഒരു വാക്ക്: ഇത് വർഗീയതയല്ല, ക്രൈസ്തവികതയാണ്. തിന്മയുടെ ആഘോഷം അംഗീകരിക്കാത്ത ക്രൈസ്തവികത കാലം മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് തിന്മ നന്മയാകില്ല, പൈശാചികത ദൈവികതയാകില്ല. എത്ര മറഞ്ഞിരുന്നാലും, ഏത് പുരോഗമന പരിഷ്കാര കൂർപ്പാസമണിഞ്ഞാലും, തിന്മയുടെ അരൂപികൾ മനുഷ്യരെ കെണിയിലാക്കാൻ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഇതറിയാതെ കുട്ടികൾ എവിടം വരെ സ്വതന്ത്രമായി ആഘോഷിക്കണമെന്നാണ് വിമർശകർ പറയുക? അവരെവിടം വരെ സ്വതന്ത്രമായി വിടണമെന്നാണ് നിർദ്ദേശിക്കുക? പെൺകുട്ടികൾ ഇരപിടിയന്മാരുടെ കൈകളിൽ കുടുങ്ങുന്നത് വരെയോ? സുസ്ഥിര സമൂഹത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ വിട്ട് പ്രണയാഭാസവും കൂടിത്താമസവും ഒക്കെയായി ഒടുവിൽ ശരീര പങ്കാളിയുടെ കൈയാൽ 35 കഷ്ണങ്ങളാക്കപ്പെട്ട് പെട്ടിയിൽ ഒതുങ്ങുന്നത് വരെയോ? അതുമല്ലെങ്കിൽ പ്രണയമെന്ന് വാഴ്ത്തിയ സ്വാർത്ഥ ബന്ധത്തിന്റെ ഒടുവിൽ പങ്കാളി കൊടുത്ത ജ്യൂസ് കുടിച്ച് മരിച്ചു വീഴുന്നത് വരെയോ? അതുമല്ലെങ്കിൽ എന്നെ വഞ്ചിച്ചു, എന്നെ പീഡിപ്പിച്ചു എന്ന് മീട്ടു നിലവിളി നടത്തുകയും താൻ ഉണ്ടാക്കിയ പൊല്ലാപ്പിനും തകർച്ചയ്ക്കും സമൂഹം പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് മുറവിളി കൂട്ടുകയും ചെയ്യുന്ന ജന്മങ്ങളായി മാറുന്നത് വരെയോ? പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി ഹോസ്റ്റൽ സമയം ക്രമീകരിച്ചാൽ ലിംഗസമത്വത്തിന്റെ പേരിൽ അതിനെ എതിർത്തും തോൽപ്പിച്ചും എത്ര കൊണ്ടാലും വീണാലും പഠിക്കാതെ പിന്നെയും ദുരന്തത്തിലേക്ക് പോകുന്ന വിനാശ പ്രവണത തുടരാൻ വേണ്ടിയോ? വ്യക്തിയുടെ ആത്മാ മന ശരീര ഭദ്രത ലക്ഷ്യമിട്ടുള്ള നിയമങ്ങളെയും ബോധ്യങ്ങളെയും അവഗണിച്ച് എങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണോ വിദ്യാർത്ഥികൾക്ക് അധികൃതർ അനുമതി കൊടുക്കേണ്ടത്? നിർഭാഗ്യവശാൽ ഇത്തരം ചിന്തകളും ഇത്തരത്തിൽ ചിന്തിക്കുന്നവരും ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ തലപ്പത്തെ പലരെയും സ്വാധീനിക്കുന്നുണ്ട്. ലോകപ്രീതിയല്ല, ഏറ്റെടുത്ത ക്രൈസ്തവ ദൗത്യമാണ് വലുതെന്ന കാര്യം ദൈവാത്മാവ് അവരെ സദാ ഓർമ്മിപ്പിക്കട്ടെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, ദേവാലയ മന്ദിരങ്ങൾ പോലും നിഷേധ സന്ദേശം പരത്തുന്ന സിനിമകൾക്കും കലാനിർമ്മിതികൾക്കും വേണ്ടി അനുവദിച്ചു കൊടുക്കാറുണ്ട്. വിശ്വാസികളോട് ചെയ്യുന്ന ആത്മീയ ദ്രോഹം തന്നെയാണത്. കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകളെ ഈ സാഹചര്യവുമായി ബന്ധിപ്പിച്ച് ഓർമ്മിപ്പിക്കാം. എന്തെങ്കിലും പഠിപ്പിക്കേണ്ടവരല്ല ക്രൈസ്തവ സ്ഥാപനാധികൃതർ. തങ്ങൾ പഠിപ്പിക്കേണ്ടത് തന്നെ അവർ പകർന്നു കൊടുക്കണം. വിശ്വാസവിരുദ്ധമായവയെ അവർ പ്രോത്സാഹിപ്പിക്കരുത്. സ്ഥാപനത്തെ സംബന്ധിച്ച് അവരുടെ വാക്കുകളും തീരുമാനങ്ങളും നടപടികളും അനുമതിയും നിഷേധവുമെല്ലാം അത്തരത്തിലാകണം. മറിച്ചു വാദിക്കുന്നത് ക്രൈസ്തവ നാവുകളായാലും തള്ളാനുള്ള വിവേകം അധികാരികൾക്കില്ലെങ്കിൽ ആ ചോദ്യം അവശേഷിക്കും. പിന്നെ ആരെയാണ് തിരുത്താനോ രക്ഷിക്കാനോ കഴിയുക? വയനാട്ടിലെ വെള്ളമുണ്ടയിൽ നടന്നത് ക്രൈസ്തവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു മാപ്പ് പറച്ചിൽ. ഇസ്ലാമിക കലാപവേഷക്കാർ ഒരു വൈദികനടക്കം സ്കൂൾ അധികൃതരെ ചെയ്യാത്ത തെറ്റിനെ ഭയപ്പെടുത്തി ചെയ്യിച്ചത് പ്രണയ ജിഹാദികൾക്ക് വലയമൊരുക്കാനും ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ ഭയപ്പെടുത്തുവാനും പോലീസ് സ്റ്റേഷനിലേക്ക് മതസംഘം എത്തുന്നത് പോലെ മറ്റൊരു ഭീകരത. സംഘം ചേർന്ന് ക്രൈസ്തവ സ്ഥാപനങ്ങളെയും അവയുടെ അധികാരികളെയും ഭീഷണിപ്പെടുത്തുന്ന നടപടിയുടെ ആവർത്തനം. ഇനിയെങ്കിലും സ്വന്തം സമുദായത്തിലുള്ളവർക്ക് വകതിരിവ് പറഞ്ഞു കൊടുക്കൂ എന്ന് മുസ്ലിം ലീഗ് നേതാക്കളടക്കം സമുദായ നായകരോട് സ്നേഹപൂർവ്വം ഉപദേശിക്കേണ്ടി വരുന്നു. കാരണം വെള്ളമുണ്ടയിലെ ഭയപ്പെടുത്തൽ സംഘത്തിൽ അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. അതെന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അതിനെ അപലപിക്കേണ്ടി വരുന്നത്. ശിശുദിനത്തിലെ പരിപാടിയുടെ ഭാഗമായി വെള്ളമുണ്ട അങ്ങാടിയിൽ മൈം അവതരിപ്പിക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. കറുത്ത വേഷം വേണമെന്നും നിർദ്ദേശിച്ചു. വേഷം കുപ്പായമെന്ന് നിശ്ചയിച്ചതും കുട്ടികളെ ധരിപ്പിച്ചതും മാതാപിതാക്കൾ. കുപ്പായധാരികളിൽ മുസ്ലിം പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇത് കണ്ടയുടൻ ക്രിസ്ത്യൻ പെൺകുട്ടികൾ പർദ്ദയിട്ട് മതനിന്ദ നടത്തുന്നു എന്ന് ചിലർക്ക് ആക്ഷേപമായി. തുടർന്ന് മൈം റദ്ദാക്കി. പക്ഷേ തീവ്ര മതവാദികളുടെ മതം പൊട്ടൽ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. 60ഓളം പേർ ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ ഇരച്ചെത്തി പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അവരുടെ ലക്ഷ്യം ക്രൈസ്തവ സ്കൂൾ അധികൃതരെ കൊണ്ട്
പരസ്യമായി അങ്ങാടിയിൽ മാപ്പ് പറയിക്കുക. ഭീഷണിക്ക് മുമ്പിൽ സ്കൂൾ അധികൃതർ മാപ്പ് പറഞ്ഞു. വളഞ്ഞു വെച്ചുള്ള മാപ്പ് പറയിക്കലിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ 60ഓളം പേർ ഉൾപ്പെട്ട മുസ്ലിം സംഘം നടത്തിയ ഭീതി വാഴ്ച ആസൂത്രിതമായിരുന്നോ? ഈ കരിങ്കുപ്പായ നാടകവും അതിന്റെ ഭാഗമായിരുന്നോ? ഇക്കാര്യത്തിൽ റവറൻ ഡോക്ടർ ആന്റണി തറയക്കടവിൽ ഉയർത്തിയ സംശയങ്ങൾ പ്രസക്തമാണ്. അവയുടെ ചൂട് പിടിച്ചു ചോദിക്കാം. കുപ്പായമിട്ട ക്രൈസ്തവ പെൺകുട്ടികൾക്ക് അതു നൽകിയത് കൂട്ടുകാരികളല്ലേ? മതവസ്ത്രമെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അത് കൊടുത്തു വിടുമായിരുന്നോ? മതവസ്ത്രമെന്ന ബോധ്യം അവർക്ക് പോലും ഇല്ലെങ്കിൽ ആ വാദം പറഞ്ഞ് പുരുഷ സംഘം ഭീഷണിയുമായി ഇറങ്ങിയത് എന്തിന്? അതല്ല, മതവസ്ത്രമെന്ന ബോധത്തോടെയാണ് നൽകിയതെങ്കിൽ ആ മാതാപിതാക്കൾക്കല്ലേ ഉത്തരവാദിത്തം? അങ്ങനെയെങ്കിൽ സതുദ്ദേശത്തോടെ കുപ്പായം വാങ്ങി ധരിച്ച കുട്ടികളെ ഭയപ്പെടുത്തി സംഘർഷമുണ്ടാക്കുകയായിരുന്നോ മതധാർഷ്ട്യ സംഘം? അത് കണ്ടിട്ടും സത്യം പറയാൻ തയ്യാറാകാതെ ആ മാതാപിതാക്കൾ ഒളിച്ചു കളിക്കുകയായിരുന്നോ? ലഹരി വിരുദ്ധ പരിപാടിയോട് വിദ്വേഷമുള്ള ഏതെങ്കിലും കൂട്ടരായിരുന്നോ ഇതിന് പിന്നിലെന്നതും പ്രസക്തമായ ചോദ്യം. കറുത്ത കുപ്പായം തങ്ങളുടെ മതപ്രതീകമാണെന്നും ലഹരി വിരുദ്ധത എന്നത് തങ്ങളോടുള്ള മതവിരുദ്ധതയാണെന്നും കറുത്ത കുപ്പായമിട്ട് ലഹരി വിരുദ്ധത പറഞ്ഞാൽ ഇസ്ലാമിനെ അധിക്ഷേപിക്കലാണെന്നും വലിച്ചു നീട്ടി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവരുടെ ഗൂഢ താല്പര്യം എന്തായിരുന്നു? ഒരു കാര്യം തീർച്ച, ഭാവന വക്രീകരിച്ചു വലിച്ചു നീട്ടിയാലല്ലാതെ ആ മൈം അവതരണം മതാധിക്ഷേപം എന്ന് വ്യാഖ്യാനിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഏതു വഴിക്ക് ചിന്തിച്ചാലും ആ പുരുഷ സംഘം ചെയ്തത് മതത്തിന്റെ പേരിലുള്ള മുഷ്കരത്വമാണ്. അതിന് പിന്നിലുള്ളത് ഗൂഢലക്ഷ്യവും ഇതര സമൂഹങ്ങളോടുള്ള വെല്ലുവിളിയും. സത്യം മറച്ചു വെക്കുന്ന മാതാപിതാക്കൾ ചെയ്തതും നീചത്വം തന്നെ. പക്ഷെ മതവാദികളെ ഭയന്ന് അത് ചെയ്തു പോയതാകാം, അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അത്തരക്കാരുടെ ഇഷ്ടത്തിനും മതധാർഷ്ട്യത്തിനും നാടിനെ വിട്ടുകൊടുക്കാൻ കേരളീയർക്ക് കഴിയുമോ? അവർക്കുള്ള മറുപടി ഇതാണ്: സംഘർഷത്തിന് തയ്യാറല്ലാത്ത വൈദികരെയും കന്യാസ്ത്രീകളെയും ഭയപ്പെടുത്തി മാപ്പ് പറയിക്കാൻ തൽക്കാലം കഴിഞ്ഞേക്കും. പക്ഷെ അത് സ്ഥിര വിജയമാണെന്ന് മുസ്ലിം സമുദായത്തിലെ വഴിതെറ്റിയ ഒരു ഗണവും കരുതരുത്. പ്രതിഷേധം മാനിച്ച് മയം പരിപാടി റദ്ദാക്കിയിട്ടും ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയത് കരിങ്കുപ്പായം തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് സ്ഥാപിക്കാനോ? മതത്തിന്റെ പേരിൽ നിറങ്ങളുടെ അവകാശ കുത്തക അവകാശപ്പെടാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? കറുത്ത കുപ്പായമോ പർദ്ദയോ മതവേഷമാണെന്ന് കരുതാൻ ന്യായങ്ങളില്ല. അതേസമയം അവ സ്ത്രീകൾക്കുള്ള അടക്കവസ്ത്രം മാത്രമാണെന്നതിന് ന്യായങ്ങളും തെളിവുകളും ഏറെയുണ്ട് താനും. അവ മതവസ്ത്രമാണെങ്കിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ അമുസ്ലിം സ്ത്രീകളെയും ധരിപ്പിക്കുന്നത് എന്തിനെന്ന ചോദ്യത്തിന് വെള്ളമുണ്ട സ്കൂളിലേക്ക് പാഞ്ഞു ചെന്ന മതഗുണ്ടായിസക്കാർ ഉത്തരം പറയണം. തീവ്രവാദികൾ മതത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഉപകരണമായും സ്ത്രീകളുടെ സ്വാതന്ത്ര്യമോഹത്തെ നേരിടാനുള്ള വഴിയായും ചിലരെങ്കിലും പർദ്ദയെ കാണുന്നുണ്ടാകാം. അടുത്ത കാലം വരെയും ഇന്നാട്ടിൽ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ പർദ്ദ സർവ്വസാധാരണമായിരുന്നില്ല. പർദ്ദ ഇപ്പോൾ മാത്രം നിർബന്ധിതമാക്കുന്നതിനെ പവിത്ര മതവേഷമാണെന്ന് സ്ഥാപിക്കേണ്ടത് മുൻ പറഞ്ഞ കൂട്ടരുടെ ആവശ്യം. തുമ്മിയാലുടൻ മതനിന്ദ ആരോപിക്കാനും സംഘമായി ചെന്ന് ഭീഷണിപ്പെടുത്താനും ഒരു കൂട്ടർ, അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഇനിയും ഇത്തരക്കാരെ തിരുത്തി പറയാൻ തയ്യാറായിട്ടില്ലാത്ത സമുദായ നേതൃത്വം കണ്ണു തുറക്കുന്നത് നന്ന്. CPM നേതാവ് KK രാഗേഷിന്റെ മറവി വിസ്മയകരം. യോഗ്യത തികയാത്ത ഭാര്യ അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം തേടിയപ്പോഴും നേടിയപ്പോഴും പഴയതെല്ലാം രാഗേഷ് മറന്നു. പണ്ട് വിദ്യാർത്ഥിയായിരുന്ന കാലം, SFIയിൽ പ്രവർത്തിച്ചിരുന്ന നാളുകൾ, കേരള സർവകലാശാല വൈസ് ചാൻസലർ JV വിളനിലത്തിനെതിരെ അതേ SFI നാടെങ്ങും 1 വർഷത്തോളം കലാപതുല്യമായി സമരം നടത്തിയത് രാഗേഷ് മറന്നുപോയോ? വൈസ് ചാൻസലറുടെ കസേരയിൽ വിളനിലത്തെ ഇരുത്തുകയില്ലെന്ന വാശി. എന്തു പറഞ്ഞായിരുന്നു സമരം എന്നതും
രാകേഷ് ഓർമ്മിക്കണം, വ്യാജ യോഗ്യതകൾ കാട്ടിയാണ് വിളനിലം വൈസ് ചാൻസലർ ആയതെന്ന്. അന്ന് SFI ആ ബഹളമെല്ലാം സൃഷ്ടിച്ചത് വിളനിലം തന്റെ ബയോഡാറ്റയ്ക്കൊപ്പം സമർപ്പിച്ച അക്കാദമിക മൂല്യമില്ലാത്ത ഒരു അധിക ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ സക്സ് യൂണിവേഴ്സിറ്റി വക. വിളനിലത്തിന് മറ്റു വിധത്തിൽ യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്നു, ഒപ്പം മൂല്യമില്ലാത്ത ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിച്ചു. അതുമാത്രമായിരുന്നു വിളനിലത്തെ വേട്ടയാടാൻ ഉപയോഗിച്ച ആയുധം. അതിന്റെ പേരിലാണ് രാകേഷിന്റെ സംഘടന അന്ന് തെരുവിൽ കലാപം നടത്തിയത്. 2 പതിറ്റാണ്ടിന് ശേഷം PhD വിവാദത്തിന്റെ പേരിൽ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഖാദർ മങ്ങാടിനെതിരെയും SFI സമരം നടത്തി. വർഷങ്ങൾ പിന്നിട്ടു സ്വന്തം ഭാര്യയുടെ കാര്യമെത്തിയപ്പോൾ രാകേഷ് അതെല്ലാം മറന്നു. SFIക്കാരൻ വളർന്ന് പാർട്ടി നേതാവാകുമ്പോൾ എന്തെല്ലാം മറക്കാൻ കഴിയും? അതാണ് വിസ്മയം. വിളനിലത്തിന്റെ അധിക സർട്ടിഫിക്കറ്റ് നാഡീപടലം കീറി പരിശോധിച്ചവർക്ക്, ഖാദർ മങ്ങാടിന്റെ ഡോക്ടറൽ ഡിഗ്രി സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയവർക്ക് അസോസിയേറ്റ് പ്രൊഫസറാകാൻ UGC നിർദ്ദേശിച്ച യോഗ്യതയുടെ അർത്ഥം മനസ്സിലാകുന്നില്ലെന്നത് അതിലേറെ വിസ്മയകരം. രാകേഷിന്റെ ഭാര്യയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസറാകാൻ യോഗ്യതയില്ലെന്ന് നിശ്ചയിച്ചത് കോടതിയല്ല, UGCയുടെ മാനദണ്ഡമാണ്. കോടതി അത് തർക്കരഹിതമായി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. പഠിപ്പിക്കലല്ലാത്ത മറ്റു ജോലികൾ പഠിപ്പിക്കലായി പ്രിയ വർഗീസ് അവകാശപ്പെട്ടപ്പോൾ അത് ശരിയല്ലെന്ന് തീർപ്പാക്കുകയാണ് കോടതി ചെയ്തത്. NSS കോർഡിനേറ്റർ ഉദ്യോഗം അധ്യാപന തുല്യമാണെന്ന ബോധ്യം പ്രിയയുടെ മനസാക്ഷിക്ക് തന്നെ ഇല്ലെന്നാണ് കരുതേണ്ടത്. അതുകൊണ്ടാകാമല്ലോ കോടതി ധ്വനിപ്പിച്ചതുപോലെ നിയമന പ്രക്രിയയുടെ ഘട്ടങ്ങളിൽ അവർ ഈ ജോലി പരിചയം അവകാശപ്പെടാതിരുന്നത്. കോടതി വിധിയെ പഴിക്കുമ്പോൾ കോടതിയെ മാത്രമല്ല UGCയെയും രാജ്യമെമ്പാടും ബാധകമായ മാനദണ്ഡങ്ങളെയും തള്ളി CPMന്റെ ഇച്ഛ മാത്രമാണ് നാട്ടിലെ ശരിയെന്നാണ് തർക്കിക്കുന്നത്. പ്രിയ വർഗീസിന്റെയും രാകേഷിന്റെയും പിശകുകൾ വ്യക്തിപരമായ ഉദ്യോഗമോഹത്തിന്റെ ഫലമെന്ന് കരുതാം. എന്നാൽ അധ്യാപന സേവനത്തോട് ചേർന്നല്ലാതെ പ്രിയ വർഗീസ് നടത്തിയ ഗവേഷണ പഠനവും പഠിപ്പിക്കലല്ലാത്ത ജോലികളും പഠിപ്പിക്കലാണെന്ന് തീരുമാനിച്ച സൂക്ഷ്മ പരിശോധനാ സമിതിയുടെയും കണ്ണൂർ സർവകലാശാലയുടെയും വൈസ് ചാൻസലറുടെയും അറിവുകേടിന് എന്ത് ന്യായീകരണമാണുള്ളത്? വിദ്യാർത്ഥികൾ എഴുതുന്ന തെറ്റും ശരിയും നോക്കി മാർക്കിടുന്ന അധ്യാപകരുടെ ഗണത്തിൽപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയാണ് അറിവെങ്കിൽ അവരുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താകുമെന്നോർത്ത് അമ്പരക്കാം. ഇപ്പോഴും അക്കൂട്ടർക്കൊന്നും മനസ്സിലാകുന്നില്ല പോലും. പ്രിയ വർഗീസിനെ എന്തുകൊണ്ടാണ് നിർദ്ദിഷ്ട അധ്യാപന പരിചയം തികയാത്തതെന്ന്. ഗവേഷണ പഠനം അധ്യാപന തുല്യമായി കണക്കാക്കണമെന്നാണ് ഈ കേമന്മാർ ഇപ്പോഴും പറയുന്നതെങ്കിൽ PhD നേടിയ എല്ലാവർക്കും, ജോലിയുള്ളവർക്കും ഇല്ലാത്തവർക്കും മിനിമം അധ്യാപന പരിചയത്തിനുള്ള സർട്ടിഫിക്കറ്റ് സാർവത്രികമായി നൽകാൻ കൂടി പറയട്ടെ. പഠിപ്പിക്കൽ പരിചയം എന്ന് UGC നിർബന്ധപൂർവം പറയുന്ന യോഗ്യതയുടെ അർത്ഥമറിയാത്ത ശിശുക്കളാണോ വൈസ് ചാൻസലറും മറ്റും? രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുജന പക്ഷപാതത്തേക്കാൾ ലജ്ജാകരമെന്ന് പറയേണ്ടത് അക്കാദമിക ജ്ഞാനികൾ എന്ന പട്ടമുള്ളവരുടെ ഈ അപജയമാണ്. 8 വർഷത്തെ പഠിപ്പിക്കലെന്ന സംശയരഹിതമായ നിർദ്ദിഷ്ട യോഗ്യതയ്ക്ക് തുല്യമാണത്രേ 5 വർഷത്തെ പഠിപ്പിക്കലും ബാക്കി വർഷങ്ങളിലെ ഇതര ജോലികളും. ഇങ്ങനെയൊക്കെ നിശ്ചയിച്ച വൈസ് ചാൻസലറുടെ അക്കാദമിക ബോധത്തെ ആദരിക്കാതെ വയ്യ. നിശ്ചയിച്ചയാളിന് ഉദ്യോഗം നൽകാൻ വേണ്ടി നിയമന വഴിയിലെ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും സൗകര്യം പോലെ മറന്നും പ്രയോഗിച്ചും വ്യാഖ്യാനിച്ചും നാടിനെ സേവിച്ച അക്കാദമിക വമ്പന്മാരെ ഓർത്ത്, അവരുടെ സത്യസന്ധതയെ ഓർത്ത് പുളകമണിയട്ടെ നമ്മുടെ അക്കാദമിക മണ്ഡലം. വിളനിലത്തിന്റെ അധിക യോഗ്യതയ്ക്കെതിരെ കലാപമുണ്ടാക്കിയ സംഘടനയുടെ പഴയ നേതാവിനെ ഭാര്യയുടെ അയോഗ്യതയെ ചൊല്ലി വിവാദ പുരുഷനാകേണ്ടി വന്നത് വൈരുദ്ധ്യം തന്നെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.